ഞാൻ ഡോക്ടർ എം.പി. മണി. കേരളം ഒരു കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് നാട്ടറിവുകളുടെ പറുദീസയായിരുന്നു. അതിസമ്പന്നമായിരുന്നു നാട്ടറിവുകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ. ആയുർവേദത്തിലെ നാട്ടറിവുകൾ വളരെ പ്രസിദ്ധവുമായിരുന്നു. അത് ഒരുപാട് കൈവശം വന്നിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യ വൈദ്യന്മാർ പലരും ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറിയില്ല എന്നാണ് അതിന് പറയുന്നൊരു കാരണം. എങ്കിൽ പോലും നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരുപാട് നാട്ടറിവുകളുണ്ട് ഈ രംഗത്ത്. ഇത് വീണ്ടും പഠനവിധേയമാക്കാവുന്നതാണ്. അത് അങ്ങനെ പഠനവിധേയമാക്കുകയും പുതിയ അറിവുകൾ ലഭിക്കുകയുമാണെങ്കിൽ അത് വളരെയേറെ വിലപ്പെട്ട അറിവുകളായിരിക്കും. കാരണം വളരെ ലളിതമാണ്. നമ്മുടെ നാട്ടറിവുകൾ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. നമുക്ക് വീടുകളിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. ഇതിന് വേറെ ഈ യന്ത്രത്തിൻ്റെ സംവിധാനമൊന്നും ആവശ്യമില്ല. ഒരു യന്ത്രങ്ങളുടെ സംവിധാനം ആവശ്യമില്ല. അങ്ങനെ ഒരു നാട്ടറിവാണ്, രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു നാട്ടറിവാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ആടലോടകം എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട്. പണ്ടത് ഈ വേലികൾക്ക് വേലി കിട്ടാറില്ലായിരുന്നു. ഇതായിരുന്നു പൊതുവെ കേരളത്തിൽ പിന്നെ ധാരാളം കാണുന്നൊരു ഔഷധ സസ്യമായിരുന്നു ഈ ആടലോടകം. വേലിക്ക് മുഴുവൻ ഇതായിരുന്നു പണ്ട് വളർത്തിയിരുന്നത്, വേലിക്ക് പകരമായിട്ട്. ഈ ആടലോടകത്തിൻ്റെ ഇലയും പൂവും കൂടി ചതച്ച് അതിൻ്റെ നീരെടുത്ത് അതിൽ തേനും പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിച്ചാൽ പനിയും മഞ്ഞപ്പിത്തവും മാറും എന്നാണ് അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷണസിദ്ധമായി തെളിയിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പുതിയ ആയുർവേദ ഉൽപ്പന്നത്തിന് തന്നെ വഴി തെളിച്ചേക്കും. കാരണം മഞ്ഞപ്പിത്തത്തിന് ഇത്രയും ഫലപ്രദമായി കാണുകയാണെങ്കിൽ അത് സാധ്യതയുണ്ട്. കാരണം ഈ രേഖപ്പെടുത്തി വെച്ചത് നിസ്സാരക്കാരല്ല, വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. അപ്പം ഇത്തരം നാട്ടറിവുകൾ കിട്ടാവുന്നതിനടുത്ത് ഒന്ന് പഠനവിധേയമാക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ പഠനവിധേയമാക്കാൻ നമുക്കൊരു യന്ത്ര സംവിധാനങ്ങളുടെ വലിയ ബഹളത്തിനൊന്നും ആവശ്യമില്ല. ഒരു 4-5 ആയുർവേദ കോളേജുകളിൽ ഇത്തരം ഓരോ മരുന്നുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ അവിടെ സംഘടിപ്പിച്ച് അവിടെ വരുന്ന രോഗികളിൽ ഒരു പ്രോജക്റ്റായിട്ട്, റിസർച്ച് പ്രോജക്റ്റായിട്ട് ഓരോ രോഗത്തിലും ഓരോ മരുന്നിലും കുറേ പേരിൽ കൊടുത്ത് അത് നിരീക്ഷിച്ചാൽ ഇതിൻ്റെ ഫലസിദ്ധി നമുക്ക് കൃത്യമായി കിട്ടും. ഇത് കൊടുക്കുന്നതിന് മുമ്പും കൊടുത്തതിന് ശേഷവും ഇവിടെയൊക്കെ രക്തപരിശോധന നടത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഫലപ്രാപ്തി അത് കൃത്യമായി നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇത് വളരെ ലളിതമാണ്. ആടലോടകം എന്ന് വെച്ചാൽ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്. എവിടെ വേണമെങ്കിൽ കൃഷി ചെയ്തുണ്ടാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പരിചരണങ്ങൾ ആവശ്യമില്ല. വളമോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ട, അത് തന്നെ വളർന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറിവ് ആടലോടകത്തെക്കുറിച്ചുള്ളത് ഇങ്ങനെ അതിൻ്റെ നീര് പൂവും വിലയും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചതച്ച് നീരെടുത്ത് അതിൽ തേനും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മഞ്ഞപ്പിത്തം മാറുമെങ്കിൽ ഒരു വലിയ അത്ഭുതമല്ലേ. ഒരു പുതിയ പ്രോഡക്റ്റുള്ള സാധ്യത പോലും വരുമ്പോൾ അത് ഈ ഔഷധ നിർമ്മാതാക്കൾക്കും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ്. ആയുർവേദ കോളേജുകളാകാം, നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളാകാം, ആയുർവേദ ആശുപത്രികളാകാം. ഇപ്പോൾ ജില്ലാ ആയുർവേദ ആശുപത്രികളൊക്കെ ധാരാളം രോഗികളെ കിടത്തുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് വളരെ ലളിതമാണ്, സിമ്പിളാണ്. കാരണം ഇങ്ങനെ ഒരു പഠനം നടത്താൻ മനസ്സുണ്ടായാൽ മതി. വേറെ സാമ്പത്തിക ബാധ്യത വരുന്നില്ല. പിന്നെ ഇത് കൊടുത്തു കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ രക്തം പരിശോധിക്കുക, ആ ചേഞ്ചസ് എന്ന് മാത്രം വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ആയുർവേദത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് പഠനങ്ങൾ വേണം. അത് ഇതുവരെ നടന്നിട്ടില്ല, എപ്പോഴും നടക്കുന്നില്ല. ഈ പുതിയ പഠനങ്ങൾ നടക്കാതെ ഒരു ശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ആയുർവേദക്കാരാണ് ഏറ്റവും കൂടുതലായി മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഒരു പഠനം നടത്താത്ത ഒരറിവുണ്ടെങ്കിൽ അത് ആയുർവേദമാണെന്നാണ് തോന്നുന്നത്. കാരണം മറ്റെല്ലാ ശാഖകളിലും പഠനങ്ങൾ നടക്കുന്നുണ്ട്, പുതിയ അറിവുകൾ വരുന്നുണ്ട്, അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ആയുർവേദത്തിൽ ഇങ്ങനെ പഠനങ്ങൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പഴയ അറിവുകൾ ഇങ്ങനെ പാടിപ്പാടി നടന്നിട്ട് ഈ രോഗികളുടെ എണ്ണം കുറയുന്നു, ആയുർവേദ മരുന്നുകളുടെ ബിസിനസ് കുറയുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു പുനർവിചിന്തനം ഇവിടെ ആവശ്യമായിരിക്കണം ആയുർവേദ മേഖലയിൽ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ കാര്യമാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരുടെയും ശ്രദ്ധ
ലഭിക്കുമെങ്കിൽ ആയുർവേദക്കാർ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റിന് രൂപം കൊടുക്കുകയും ചെയ്യുമെങ്കിൽ അത് മഹത്തായൊരു കാര്യമായിരിക്കും.